ഹോം ടൂർ ആണ്. അപ്പൊ ഇതാട്ടോ എന്റെ ഹോം. ഫസ്റ്റ് തന്നെ നമ്മൾ വീടാണ് കാണിക്കുന്നത്. ഇങ്ങനെ മൊത്തം കറങ്ങി വന്നിട്ട് മാത്രമേ ഞാൻ അകത്തോട്ട് കയറാൻ വിചാരിച്ചുള്ളൂ. ഇതെന്ന് പറയുന്നത് ആപ്പിൾ ചാമ്പ മരമാണ്. ഇവിടെ കുറച്ച് ആപ്പിൾ ചാമ്പ നിൽക്കുന്ന എനിക്ക് കാണാറുണ്ട്. കുറച്ച് പഴുത്തല്ല, പഴുത്തതാണ് ഇവിടെ ഇരിക്കുന്നത്. എന്താ അത് മറ്റേത് കിളി കൊത്തി കിട്ടുന്നത് കുറേ അത് നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആപ്പിൾ ചാമ്പ. ഇവിടെ കുറച്ച് ചീരയും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ചെടികളുണ്ട്. ഇത് ഒരു എന്താ പറയാ ലൗലോലിക്കാണിത്. ലൗലോലിക്ക അത് വളർന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു കിടക്കാൻ പറ്റിച്ചാണ്. ഇത് പയർമുട്ടാട്ടോ. പയർമുട്ട് കാണിച്ചത്. ഇത് പയർമുട്ടാണ്. പയറെ കാണുന്നില്ല. ഇവിടെ ഒരു പപ്പങ്ങ നിൽപ്പുണ്ട്. പപ്പങ്ങ എന്ന് പറയും, പപ്പായ എന്ന് പറയും. ഇവിടെ കുഞ്ഞൊരു പപ്പങ്ങ നിൽപ്പുണ്ട്. ഇവിടെ വരുമ്പോ ഇങ്ങോട്ടേക്ക് വലിയ ഒരു ഫ്ലാഷൻ ബൂട്ടാണ്. ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ ചാമ്പയ്ക്ക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാമ്പയ്ക്ക. ഞങ്ങൾക്ക് കണ്ട നിൽക്കുന്ന കണ്ട ചാമ്പയ്ക്ക പഴുത്തത് കൊണ്ട് പച്ചത് കൊണ്ട്. അകത്തോട്ട് വരുമ്പോ എനിക്ക് ഈ ചാമ്പയ്ക്കൊക്കെ ഇടയ്ക്കോട്ടാണ് വരുന്നത്. ഇച്ചിരി കാണാൻ പറ്റത്തില്ല. നമ്മൾ രണ്ടെണ്ണം മാത്രമേ വെച്ചിട്ടുണ്ട. ഇത്രയും വലുപ്പമാണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പച്ചയായപ്പോ തന്നെ വെച്ചതാട്ടോ. ഇവിടെ വരുമ്പോ ഒരു കമ്പിളിമൂസ് ഉണ്ട്. ഇത് പഴുത്തതാണ്. ഇങ്ങനെ കുഴിക്കുമ്പോ വെള്ളമെല്ലാം നമ്മുടെ ദേഹത്തോട്ട് വീഴും. എന്താ ഇതൊക്കെ ഇത് കഴിക്കാം. ഇങ്ങനെ ഒരു കമ്പിളിമൂസ് ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോ ഒരു ചക്കമരമുണ്ട്. പക്ഷെ ചക്ക ഇല്ലെന്നേ ഉള്ളു, ചക്കമരമാണത്. ഇങ്ങോട്ട് വരുമ്പോ ഒരു കുഞ്ഞു മാവുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ കുഞ്ഞു മാവുണ്ട്, വാഴയുണ്ട്. ഇത് നമ്മുടെ എന്തായിരുന്നു വാട്ടർ മെലന്റെ ഇതാണ്. പിന്നെ പേരയ്ക്കാമരമുണ്ട്. പിന്നെ ഇത് വളരാത്തതിന്റെ മെയിൻ കാരണം ആ കമ്പിളിമൂസ് മരവും ഈ പേരയ്ക്ക മരവും നിൽക്കുന്നതുകൊണ്ടാണ്. ഇതിന്റെ മണ്ടയ്ക്കോട്ട് വളരാൻ കിട്ടുന്നത്. അതുകൊണ്ടാണ്. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിയത് ബാക്കി വിശേഷങ്ങൾ അപ്പുറത്ത് വരാം. ഇവിടെ വരുമ്പോ നല്ല രസം. നാരങ്ങ പോലെ ഇരിക്കും. പക്ഷെ ഇത് നാരങ്ങ കമ്പിളി നാരങ്ങ എന്നും പറയുവേ. പിന്നെ ഇത് മാവാണ്. നമ്മള് ഏത് കുഞ്ഞു മാവായാലും നമ്മള് ഇങ്ങനെ ഈ തൊലി ഇല്ലേ, ഇതിന്റെ മാവിന്റെ തൊലി ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ മാങ്ങ പിടിക്കും. അപ്പൊ മാങ്ങ സീസൺ ആണ് ഇത്. മാങ്ങ സീസൺ കഴിഞ്ഞിട്ട് ഈ മാവ് പിടിക്കത്തോളാട്ടോ. അങ്ങനത്തെ ഒരു മാവാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇത് കപ്പ 2 കപ്പ നിൽപ്പുണ്ട്. പിന്നെ പച്ചമുളകുണ്ട്. ഇത് ഇത്രയും പച്ചമുളകാണ്. ഒരു തെങ്ങ് നിൽപ്പുണ്ട്. പിന്നെന്താ പപ്പങ്ങാടിക്കുണ്ട്. ഗൈസ് ഇത് കണ്ടോ, ഇതെന്ന് വെച്ചാൽ പീനട്ട് ബട്ടർ ചേർക്കുന്ന ഒരു സംഭവമാണ്. ഇത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഗുണമുള്ള സാധനമാണ്. ഇവിടെ വരുമ്പോൾ നല്ല പച്ചമുളകൊക്കെയുണ്ട്. പിന്നെ ഇതൊക്കെ കുരുമുളകാണ്. കുരുമുളക് വളർത്തിയേക്കുന്നതാണ് ഇതൊക്കെ. നമുക്ക് അപ്പുറത്ത് കാണാവേ. ഇവിടെ എന്തായിരുന്നു പൂവിന്റെ പേരെന്തായിരുന്നു? മീനാറി എന്ന് പറയുന്ന പല റെഡ് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇത് വഴുതനങ്ങാടെയാണ്. ഇത് മീനാറിയാണ്. ഇത് അലോവേറ. ഇത് പച്ചമുളകും.
ഇത് പിന്നെ ഇതെന്തുവാ എനിക്കറിയത്തില്ല ഗൈസ്. ഇത് രണ്ടും കറി ലീവ്സാണ്. കറി ലീവ്സ് എന്ന് പറയുമ്പോൾ കറിവേപ്പില. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര നല്ല രസമാണ് ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതെന്തുവാന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് കറി ലീവ്സ്. നമുക്ക് അപ്പുറത്തേക്ക് പോകാതെ ഗൈസ്. ഇവിടെ 2 മാങ്ങ ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നത് നമ്മൾ പിച്ചില്ല, വെറുതെ പിച്ചിട്ട് നമ്മൾ കളയാനാണ്. കുറേ മാങ്ങ തോണ്ടേ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു മാവില് കുറേ പഴക്കമുണ്ട്. കുറേ മാങ്ങയും ഉണ്ട്. അപ്പുറത്ത് പോകാറ് ഗൈസ്. അപ്പം ഇത് അപ്പുറത്ത് വന്നിട്ടുള്ള ഇവിടെ ഒരു ചെടിയുണ്ട്. ഇങ്ങനെ ശംഖുപുഷ്പം കണക്കാണ്. കാണുമ്പോഴല്ല, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കുമ്പോൾ കളറ് വരും. അപ്പോൾ നമുക്ക് ഇതുണ്ട്. പിന്നെ ഈ സൈഡിൽ നമ്മളെ ചക്കയുടെ ഇതിനകത്ത് ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഗൈസ് എനിക്ക് ഈ ഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ്. പിടിക്കാൻ ഭയങ്കര ഈ ഫ്ലവർ പിടിച്ചാണ് ഗൈസ്. ഗൈസ് ഇത് കിളിയാട്ടോ, കിളി. ഇതെല്ലാം ചെടികളാണ്. ഇവിടെ ഒരു മാങ്ങ വീണ് കിടക്കുന്നു. ഇത് കാണിക്കുന്നു. എനിക്കിനി 2 പെറ്റുണ്ട് ഗൈസ്. 2 പെറ്റ്. ഇതിന് വല്ലതും കാണിച്ചാൽ 2 എണ്ണവും കൂടെ